ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം തമിഴ്നാട് തമിഴ്നാട് പൊളിറ്റിക്സിൽ റീസെൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ചില അത്ഭുതങ്ങളെക്കുറിച്ചും തമിഴ് സർക്കാർ വിജയ് ടി.വി.കെ പാർട്ടി ഏറ്റെടുത്ത ഒരു അധികാര അത്ഭുതത്തെക്കുറിച്ച് സംസാരിക്കാനാണ് വീഡിയോയിൽ വന്നിട്ടുള്ളത്. എന്തായാലും തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അത്ഭുതമായ കാര്യമാണ്. കേവലം ചെറിയ നാളുകൾ മാത്രം പരിചയ സമ്പത്തുള്ള ഒരു പാർട്ടി, ഒരു സംസ്ഥാനം 230ഓളം സീറ്റുകളുള്ള ഒരു സംസ്ഥാനത്തെ പിടിച്ചെടുക്കുകയും അവിടുത്തെ CM ആയിട്ട് അവരുടെ നേതാവായ വിജയ് അധികാരത്തിലെത്തുകയൊക്കെ ചെയ്യുന്ന ഒരു അത്ഭുതകരമായ കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് വിജയ് ഇത്ര പെട്ടെന്ന് ഈ ഒരു അധികാരത്തിലെത്തിയത്? എന്തൊക്കെ തന്ത്രങ്ങളാണ് അദ്ദേഹത്തെ അധികാരത്തിലെത്തിക്കാൻ കാരണമായത് എന്നുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് 2009 വിജയുടെ അച്ഛൻ വിജയ് മക്കൾ ഏകം എന്നൊരു ഫാൻസ് അസോസിയേഷൻ രൂപീകരിക്കുകയാണ്. അവിടെ മുതലാണ് ശരിക്കും വിജയുടെ ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തുടക്കം എന്ന് നമുക്ക് പറയാം. ആ ഒരു ഫാൻസ് അസോസിയേഷൻ സംഘടനയെ അദ്ദേഹത്തിൻ്റെ അച്ഛന് ഒരു രാഷ്ട്രീയ പാർട്ടിയൊക്കെ ആയി രൂപീകരിക്കാൻ ശ്രമിച്ച സമയത്ത് വിജയ് തന്നെ അതിനെതിരെ കോടതിയിൽ പോവുകയും അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ നടക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ചൊന്നും നമ്മൾ ആരും കേട്ടിട്ടില്ല. എന്നാൽ ഈ ഒരു ഫാൻസ് അസോസിയേഷൻ ശരിക്കു പറയുകയാണെങ്കിൽ കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയെ പോലെ തന്നെ ഉള്ളിൽ ഒരു ആന്തരികമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ജനസേവന പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയും അതിൻ്റെ ബാക്കി പത്രം എന്നോണം 2021 തമിഴ്നാടിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഫാൻസ് അസോസിയേഷൻ മത്സരിച്ച ഒരുപാട് സീറ്റുകളിൽ അത്ഭുതകരമായ വിജയങ്ങൾ നേടുകയൊക്കെ ചെയ്തു. ഇതൊക്കെ രാഷ്ട്രീയ നിരീക്ഷകരെ സംബന്ധിച്ചിടത്തോളം വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിൻ്റെ ഒരു തുടക്ക കാരണമായിട്ടാണ് അവർ കരുതുന്നത്. എന്തായാലും 2024 ഫെബ്രുവരിയിൽ ഔദ്യോഗികമായി ഒഫീഷ്യലി ടി.വി.കെ എന്നൊരു രാഷ്ട്രീയ പാർട്ടി വിജയുടെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ രൂപം കൊള്ളുകയാണ്. ആ ഒരു സമയം മുതലാണ് വിജയ് വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയത്തിൽ, അഥവാ തൻ്റെ പീക്ക് ടൈം, സിനിമയിൽ തൻ്റെ പീക്ക് ടൈം ആയിട്ടുള്ള സമയത്ത്, അങ്ങനെ പറഞ്ഞാൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഒരു സിനിമാ നടനായിട്ട് അദ്ദേഹം തിളങ്ങി നിൽക്കുന്ന സമയത്താണ് എനിക്ക് സിനിമ മതി, അല്ലെങ്കിൽ എനിക്ക് പണത്തോടുള്ള ആർത്തി ഇല്ല, ഞാൻ ജനസേവനമാണ് എൻ്റെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം കേവലം രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം എടുത്ത് ചാടുന്ന ഒരവസ്ഥയായിരുന്നു കണ്ടത്. പല ആളുകളും അതിനെ വളരെ നെഗറ്റീവായിട്ടൊക്കെ അതിനെ കാണുകയും വിലയിരുത്തുകയൊക്കെ ചെയ്തിരുന്നു. കാരണം തമിഴ്നാട്ടിൽ ഇതിനു മുമ്പും ഒരുപാട് സിനിമാ താരങ്ങൾ വരികയും കമൽഹാസനെ പോലെയുള്ള പ്രധാനപ്പെട്ട ആളുകൾ ഒക്കെ വരികയും അവർക്ക് ഒരു തരത്തിലും ക്ലച്ച് പിടിക്കാതെ പോവുകയൊക്കെ ചെയ്ത സമയം ഒക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും വിജയ് 2024 ഈ പാർട്ടി രൂപീകരിക്കുകയും 2026 ഇപ്പോൾ അടുത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 230ഓളം സീറ്റുകളുള്ള വലിയൊരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. 230ഓളം സീറ്റുള്ള ആ ഒരു തമിഴ്നാട്ടിൽ 108ഓളം സീറ്റുകൾ ഒരു പുതിയ പാർട്ടിയുമായി വന്നിട്ട് വിജയിപ്പിടുകയാണ്. പക്ഷേ അവിടെ ഭരിക്കണമെങ്കിൽ 118ഓളം സീറ്റുകൾ ആവശ്യമാണ്. എന്നാൽ അവരുടെ കൂടെ CVK കൂടുകയും അവർക്ക് 2 സീറ്റുണ്ട്, അതുപോലെ കോൺഗ്രസ്സിന് 4 സീറ്റുണ്ട്, അതുപോലെ IUML, CPI, CPM എന്നീ 2 വീതം സീറ്റുകളുള്ള പാർട്ടികളൊക്കെ വിജയുടെ ടി.വി.കെയുടെ കൂടെ കൂടുകയും 120ഓളം സീറ്റുകൾ അവർക്ക് ഭൂരിപക്ഷമാവുകയും ഭരിക്കാൻ 118 സീറ്റുകൾ മതി. അങ്ങനെ 2 സീറ്റ് അധികമായിക്കൊണ്ട് വിജയ് അധികാരത്തിൽ വരികയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതമാണ്. കേവലം ഒരു സിനിമ സ്റ്റോറി പോലെ തന്നെയാണ് എന്നാണ്, സിനിമ ക്ലൈമാക്സ് എന്നൊക്കെയാണ് ചില ആളുകൾ ഇതിനെ വിലയിരുത്തുന്നത്. എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ചർച്ച ചെയ്യാനുള്ള പ്രധാന കാരണം ഇത്തരത്തിൽ വളരെ ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി എത്ര പെട്ടെന്നാണ് ഈ ഒരു വിജയ് അധികാരത്തിലെത്തിയത്. ഇതൊരു അത്ഭുതകരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിൽ ഇപ്പോഴും മുഖ്യമന്ത്രി ആര് എന്നുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഇന്നലെ വിജയ് അധികാരത്തിൽ CM ആയിട്ട് ഞാൻ ജോസഫ് വിജയ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അധികാരത്തിലെത്തി. ഇപ്പോൾ ഒഫീഷ്യലി അദ്ദേഹം തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് വിജയ് ജനങ്ങളിലേക്ക് എങ്ങനെയാണ് ജനങ്ങളിലേക്ക് ഇത്ര പെട്ടെന്ന് വിജയ് പടരാൻ കഴിഞ്ഞത്. കേവലം അദ്ദേഹം സിനിമയിൽ കാണിച്ചിരിക്കുന്ന ഒരു താരപരിവേഷമൊന്നും ശരിക്കും പറയുകയാണെങ്കിൽ ജനങ്ങളെ സേവിക്കുന്ന ഒറിജിനാലിറ്റിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രത്യക്ഷത്തിലേക്ക് വരുമ്പോൾ
നമുക്ക് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് എല്ലാ സന്ദർഭങ്ങളിലും. പക്ഷേ വിജയ് മുഴുവനായിട്ട് ഒരു 10 വർഷത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം എടുത്താൽ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫാൻസ് അസോസിയേഷൻ തന്നെ നടത്തിക്കൊണ്ടുവരുന്ന കാര്യങ്ങൾ നമുക്കറിയാം. ബ്ലഡ് ഡൊണേഷൻ ആയാലും കുട്ടികളുടെ പഠനമായാലും അല്ലെങ്കിൽ പാവപ്പെട്ട രോഗികളെ സംരക്ഷിക്കുന്ന കാര്യമായാലും അവർ കൃത്യമായിട്ടുള്ള അജണ്ടയോടുകൂടെ പ്രവർത്തിച്ചുകൊണ്ട് തമിഴ്നാടിൻ്റെ ഉൾനാട്ടിൽ നിന്ന് അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ അധികാരത്തിലെത്തിയത്. എന്തായാലും സകല എക്സിറ്റ് പോളുകളെയും വിറപ്പിച്ചുകൊണ്ട് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു സർക്കാർ അധികാരത്തിലെത്തുകയും ചെയ്യുകയാണ്. അദ്ദേഹം ഭരണത്തിൽ വരുന്നതിന് മുമ്പ് ഒരുപാട് നല്ല വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. നമുക്കറിയാം തമിഴ്നാട് സർക്കാരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാഗ്ദാനങ്ങൾ ഒരുപാടുള്ള ഒരു സർക്കാരുകളാണ് തമിഴ്നാട്ടിൽ എപ്പോഴും വരാറുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കേട്ടാൽ കേരളത്തിലുള്ള രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ ജനങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു പോകുന്ന തരത്തിലുള്ള വാഗ്ദാനങ്ങളാണ് തമിഴ്നാട്ടിൽ ഉണ്ടാവാറ്. അത് അവർ കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന കാര്യത്തിലും അവർ മുൻപിൽ തന്നെയാണ്. വിജയ് വരുന്നതിന് മുമ്പേ പെൺകുട്ടികൾക്ക് പ്രതിമാസം ഇത്ര രൂപ ഞങ്ങൾ നൽകും, അതേപോലെ ജോലിയില്ലാത്ത യുവാക്കൾക്ക് പ്രതിമാസം 5000 രൂപ ഞങ്ങൾ നൽകും, അതുപോലെ ഗ്യാസ് ഫ്രീ ആണ്, അതുപോലെ കറണ്ട് ഫ്രീ ആണ് എന്ന തരത്തിൽ എന്താ പറയുക സാധാരണ ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യുമെന്ന വാഗ്ദാനം കൊടുക്കുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇതൊക്കെ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം രാഷ്ട്രീയത്തിൽ പണമുണ്ടാക്കാനാണ് ചില ആളുകൾ ഒരുപാട് മോശമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ആളുകൾ പണമുണ്ടാക്കാൻ വേണ്ടി രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ഒരു അവസ്ഥയൊക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ പണത്തിൻ്റെ അല്ലെങ്കിൽ ആഡംബരത്തിൻ്റെ ഉത്തുംഗതയിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇനിയും രാഷ്ട്രീയത്തിൽ വന്ന് പണമുണ്ടാക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അജണ്ടയായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. എന്തായാലും തമിഴ്നാട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട് ഇപ്പോൾ രൂപീകരിക്കപ്പെട്ട ഈ ഒരു വിജയ് സർക്കാർ ടി.വിക്ക് വലിയൊരു അത്ഭുതം തന്നെയാണ് ജനങ്ങളിലേക്ക് എത്തിച്ചത്. എന്തായാലും വളരെ ആകാംക്ഷയോട് കൂടിയാണ് എല്ലാവരും ഇത് കാണുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം തമിഴ്നാട്ടിൽ നമുക്കറിയാം 2 പാർട്ടികളാണ് പ്രധാനമായും 1960 ശേഷം ഇങ്ങോട്ട് ഭരിച്ചു വരുന്നത്. ഒന്നാമത് DMK ആണ്. DMK നമുക്കറിയാം ഇപ്പോൾ സ്റ്റാലിനാണ് അതിൻ്റെ അമരത്തിരുന്നത് ഈ ഒരു അടുത്ത് വരെ. ഇപ്പോൾ അവർ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് പോയി. പൊതുവെ കരുണാനിധിയുടെ ഒരു പാരമ്പര്യത്തിലുള്ള ആ ഒരു സർക്കാരാണ് DMK. പിന്നെയുള്ളത് AIADMK ആണ്. നമുക്കറിയാം MGRൻ്റെ ആ ഒരു പാരമ്പര്യത്തിൽ പോരുന്ന സർക്കാരാണ്. മൊത്തത്തിൽ മക്കൾ സർക്കാർ അല്ലെങ്കിൽ ഒരു പാരമ്പര്യ സർക്കാർ മാത്രം ഉള്ള ഒരു തമിഴ്നാടിനെ ഇനി പുതിയൊരു ചരിത്രത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ജനങ്ങളുടെ ഒരു അത്യാവശ്യമായൊരു കാര്യത്തെ പഠിച്ചുകൊണ്ട് വളരെ താഴ്ന്ന നിലയിൽ നിന്ന് തന്നെ ഗ്രൗണ്ടിലിറങ്ങി ഈ ഒരു ടി.വിക്ക് സംഘം പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് അധികാരത്തിൽ എത്തിയത്. കേവലം രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത ഒരുപാട് ആളുകളാണ് 107ഓളം ആളുകൾ ഇന്നേ വരെ രാഷ്ട്രീയത്തിലധികമൊന്നും ഒരു പ്രവൃത്തിയും അല്ലെങ്കിൽ പാരമ്പര്യവും ഇല്ലാത്ത ആളുകളാണ് ഉള്ളത് MLAമാർ എന്ന് പറഞ്ഞ് കുറേ ആളുകൾ അതിനെ വിമർശിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ വന്ന കോൺഗ്രസ്സിലെയും മറ്റു പാർട്ടികളിലെയും ചില മുതിർന്ന നേതാക്കളെ കൂട്ടുപിടിച്ചുകൊണ്ട് ആ ഒരു പരിചയസമ്പത്ത് മുതലാക്കാൻ ഇവർക്ക് സാധിക്കും എന്നും കൂടി നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം. എന്തായാലും ഈ ഒരു വീഡിയോയുടെ സംഗ്രഹം എന്തെന്ന് വെച്ചാൽ ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് എന്താണ് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നത്, അവർക്ക് എന്താണ് പ്രധാനമായിട്ടും അവരുടെ നീഡ് അത് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളിലേക്ക് ജനങ്ങളുടെ താഴ്ന്ന ലെവലിൽ നിന്ന് ചിന്തിച്ച് പ്രവർത്തിച്ച് വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള സർക്കാരുകളൊക്കെ അട്ടിമറികൾ നടക്കാൻ കഴിയും എന്നുകൂടെ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കി തരികയാണ് ടി.വിക്ക് സർക്കാർ ചെയ്തത്. നമുക്കറിയാം കേരളത്തിൽ തന്നെ നമ്മളാരും കരുതാത്ത രീതിയിൽ വൻ ഭൂരിപക്ഷത്തോടു കൂടിയാണ് കോൺഗ്രസ് അധികാരത്തിലെത്തിയത്. എന്തായാലും അട്ടിമറികൾ എന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു സൗന്ദര്യമായിട്ട് തന്നെയാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് തമിഴ്നാട് സർക്കാർ എങ്ങനെ പുതിയ സർക്കാർ ഉണ്ടായി, എങ്ങനെയാണ് അവരുടെ പ്രവർത്തനം ഉണ്ടായത് എന്നൊക്കെ നിങ്ങൾക്ക് ഒരു ചെറിയ രീതിയിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. നിങ്ങളുടെയൊക്കെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു.